രണ്ട് യുവാക്കൾ തമ്മിൽ വളരെ സാധാരണമായ രീതിയിൽ സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷം ഒടുവിൽ കലാശിച്ചത് കൊലപാതകത്തിലായിരുന്നു. ആ വാർത്തയിലേക്കാണ് 20th അവർ ആദ്യം പോകുന്നത്. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ മൗജ്പൂരിലാണ് 24 വയസ്സുള്ള യുവാവ് വെടിയേറ്റ് മരിക്കുന്നത്. രാത്രി ഏകദേശം 10:30ഓടെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി വളരെ ശാന്തമായി പ്രവർത്തിച്ചിരുന്ന മൗജ്പൂരിലെ കഫേക്കുള്ളിലേക്ക് അജ്ഞാതരായ അക്രമികൾ കടന്നു കയറിയത് വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ കഫേയിൽ കടന്നു കയറിയ അക്രമികൾ നിമിഷ നേരം കൊണ്ടായിരുന്നു 24 വയസ്സുകാരനായ ഫൈസാൻ എന്ന യുവാവിനെ വെടിവെച്ച് കൊന്നത്. സംഭവം നടന്ന ഉടനെ തന്നെ പരിസരത്തുണ്ടായിരുന്ന ആരോ ഒരാൾ പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് എത്തുമ്പോൾ കാണുന്ന കാഴ്ച വെടിയേറ്റ നിലയിൽ ഫൈസാൻ നിലത്ത് കിടക്കുന്നതാണ്. ഉടൻ തന്നെ പോലീസ് ഫൈസാനെ അടുത്തുള്ള ഗുരു തേജ് ബഹാദൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഫൈസാൻ മരണത്തിന് കീഴടങ്ങിയിരുന്നു. സംഭവത്തെപ്പറ്റി പരിസരത്തുണ്ടായിരുന്ന ഒരു വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്. भाई को गोली 3 लगी है, लेकिन पुलिस ने बताया कि 2 मैगजीन राउंड फायर हुई है। पुलिस ने जानकारी दी, मुझे बताया अभी कि 2 मैगजीन पूरी खाली करी है उन्होंने। कहाँ गोली मारी आपके भाई? सर एक तो सर में मारी है जो पार हो गई, 2 गोली मेरे भाई के सीने में है और शायद चाकू वगैरह भी मारे, उसके हाथ में भी कट वगैरह थे, उनने संघर्ष करा काफी। सर रंजिश क्या थी, बस कर्जा दे रखा था, वो मांगा, उसने दिया नहीं। उसके बाद बेटे हमारे घर आके लड़ाई झगड़ा करके हमने कंप्लेंट भी करा दी थी भजनपुरा थाने में, लेकिन सर वो ये कि कुछ नहीं हुआ. ഫൈസാന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്നത് നിരവധി ചോദ്യങ്ങളായിരുന്നു. എന്തിനു വേണ്ടി 24-കാരനായ ഒരു ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി കൊല ചെയ്യണം? ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ? പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, കൊലപാതകം നടന്ന് അധികം വൈകാതെ തന്നെ മൊയിൻ ഖുറേഷി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. അത് മറ്റാരുമായിരുന്നില്ല, ഫൈസാന്റെ കൊലപാതകി തന്നെയായിരുന്നു. പുറത്തുവന്ന ആ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ കൊലപാതകം ചെയ്തത് താനാണെന്ന സത്യം അയാൾ പുറം ലോകത്തെ അറിയിച്ചു. ഫൈസാനെ കൊല്ലാനുണ്ടായ കാരണത്തെപ്പറ്റി മൊയിൻ ഖുറേഷി പറയുന്നത് ഇങ്ങനെയാണ്. അവൻ എന്നെ അടിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ വെടിവെച്ചു കൊന്നു. നോക്കൂ, എത്ര നിസ്സാര കാരണമാണ് ഒരു മനുഷ്യന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന്. ഒരുപക്ഷെ പറഞ്ഞു തീർക്കാമായിരുന്ന പ്രശ്നമാണ് ഒരു 24-കാരന്റെ മരണത്തിൽ കലാശിച്ചത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു ഫൈസാൻ മൊയ്യനെ ആക്രമിക്കുന്നതെന്നും, എന്നാൽ ഈ കൊലപാതകത്തിൽ തന്റെ പിതാവിനോ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും പങ്കില്ലെന്നും മൊയ്യൻ ആ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. 3 തവണയായിരുന്നു ഫൈസാന് നേരെ മൊയ്ൻ ഖുറേഷി വെടിയുതിർക്കുന്നത്. ഒന്ന് ഫൈസാന്റെ തലയിലും മറ്റ് 2 വെടിയുണ്ടകൾ നെഞ്ചിലുമാണ് തുളച്ചു കയറിയത്. ഏതായാലും സംഭവത്തിൽ മറ്റു പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.